ഇറാനെ വീണ്ടും അമേരിക്ക ആക്രമിക്കുകയാണ്. ഇറാന്റെ 10ഓളം സൈനിക കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ടുള്ള ആക്രമണം അതിശക്തമായി അമേരിക്ക നടത്തി എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. എയർ ഡിഫൻസ് സംവിധാനത്തെ അടക്കം അമേരിക്ക ലക്ഷ്യം വെച്ചു. സിരിക്ക്, ഖേഷം തുടങ്ങിയ പ്രധാനപ്പെട്ട ദ്വീപുകളിൽ സ്ഫോടനമുണ്ടായതായി IDRF സ്ഥിരീകരിച്ചു. ട്രംപ് വീണ്ടും ഭീഷണി മുഴക്കിയിരിക്കുകയാണ്. ഇറാനെതിരെ അമേരിക്കൻ സൈന്യം തങ്ങളുടെ ജോലി തുടങ്ങിയാൽ ഇറാൻ ബാക്കിയുണ്ടാകില്ല എന്നാണ് വെല്ലുവിളി. ഇറാൻ വെടിനിർത്തൽ ലംഘിച്ചതിനെ തുടർന്ന് പ്രസിഡന്റ് ട്രംപിന്റെ ഉത്തരവ് പ്രകാരമാണ് ആക്രമണം നടത്തിയെന്ന് US സെൻട്രൽ കമാൻഡും ഇതുമായി ബന്ധപ്പെട്ട് വ്യക്തമാക്കി. ഇന്നലെ പുലർച്ചെ പനാമ പതാകയുള്ള എണ്ണക്കപ്പലായ MT കിക്കുവിനെ ഇറാൻ ആക്രമിച്ചുവെന്നും 2 മില്യണിലധികം ബാരൽ ക്രൂഡ് ഓയിലുമായി പോയിരുന്ന ടാങ്കറാണ് ആക്രമിക്കപ്പെട്ടത് എന്നും US പറഞ്ഞു. US സമയം പുലർച്ചെ ഏതാണ്ട് 4:30 ആയിരുന്നു ഈ ആക്രമണം. ഇതുമായി ബന്ധപ്പെട്ടുള്ള തിരിച്ചടിയാണ് ഇറാനെതിരെ ഉള്ളത് എന്നാണ് ഇപ്പോൾ അമേരിക്കയുടെ അവകാശവാദവും മറ്റും. ഏതായാലും മേഖലയിൽ സമാധാനം ഏതാണ്ട് ഇല്ലാതായി എന്ന് തന്നെ വേണം കരുതാൻ. നേരത്തെ ഉണ്ടായിരുന്ന സമാധാന കരാറുമായി ബന്ധപ്പെട്ടും നിയന്ത്രണം അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ആശങ്ക ഇപ്പോൾ മുന്നോട്ട് പോകുന്നുണ്ട് എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. അജയ് സുധാബിജു വിവരങ്ങളുമായി ചേരുകയാണ്. അജയ്, ഇത് വലിയ ഒരു സംഭവമായി മാറുകയാണ്. തുടർച്ചയായ 2ാം ദിവസമാണ് അമേരിക്കൻ ആക്രമണം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇറാനും ഒട്ടും പുറകോട്ടില്ല എന്നാണ് മനസ്സിലാക്കേണ്ടത്. എന്താണ് പശ്ചിമേഷ്യയിലുള്ളത് സംഭവിക്കുന്നത്? ഇറാനും അമേരിക്കയും തമ്മിൽ ഒരു 14-ന് ധാരണാപത്രം നിലവിൽ വന്നതിന് ശേഷം സംഘർഷ സാധ്യത ഒട്ടും മേഖലയെ വിട്ടൊഴിയുന്നില്ല. ഇറാൻ ഇപ്പോഴും ഹോർമുസ് കടലിടുക്കിൽ തങ്ങളുടെ നിർദ്ദേശം പാലിക്കാതെ പോകുന്ന കപ്പലുകൾക്ക് നേരെ ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുന്നു. അതിന് മറുപടിയായിട്ട് അമേരിക്ക ഇറാനിലേക്ക് പ്രത്യാക്രമണവും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ കരാറിൽ തന്നെ നിരവധി പ്രശ്നങ്ങളുണ്ട് എന്ന് പലരും നേരത്തെ എടുത്ത് ചൂണ്ടിക്കാണിച്ചിരുന്നു. അതിൽ ഈ ഹോർമുസ് കടലിടുക്കിന്റെ സുരക്ഷ എന്നുള്ള ഒരു പോയിന്റുമായി ബന്ധപ്പെട്ടാണ് ഇറാൻ ഇപ്പോൾ മേഖലയിൽ തങ്ങളുടെ സ്വാധീനം കടുപ്പിക്കാൻ ശ്രമിക്കുന്നത്. ഹോർമുസ് കടലിടുക്കിന്റെ സുരക്ഷ ഇറാനും ഒമാനും ചേർന്ന് നിയന്ത്രിക്കണം എന്നുള്ള ഒരു നിർദ്ദേശം ഈ 14 നിർദ്ദേശങ്ങളിലുണ്ടായിരുന്നു. അപ്പോൾ അത് കാരണം തന്നെയാണ് ഇറാൻ ഇപ്പോൾ മേഖലയിൽ തങ്ങളുടെ സാന്നിധ്യം വർദ്ധിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്. എന്തായാലും കഴിഞ്ഞ ദിവസം പനാമ കപ്പലിന് നേരെ നടത്തിയിട്ടുള്ള ആക്രമണത്തിന് മറുപടി അമേരിക്ക ഇന്ന് നൽകിയിട്ടുണ്ട്. ട്രംപിന്റെ ഒരു ഭീഷണി പോസ്റ്റിന് പിന്നാലെയായിരുന്നു ഈ ആക്രമണം. ഇറാനിലെ മൊത്തം 10ഓളം സൈനിക കേന്ദ്രങ്ങളിലേക്ക് ആക്രമണം നടത്തിയിട്ടുണ്ട് എന്നാണ് US സെൻട്രൽ കമാൻഡ് വ്യക്തമാക്കുന്നത്. അതിൻ്റെ വീഡിയോ ദൃശ്യങ്ങളടക്കം അവർ ഇപ്പോൾ പുറത്തുവിട്ടിട്ടുണ്ട്. ഇറാന്റെ മിസൈൽ ഡിഫൻസ് സംവിധാനങ്ങൾ, അതുപോലെ മിസൈൽ നിർമ്മാണ കേന്ദ്രങ്ങൾ, ഡ്രോൺ നിർമ്മാണ കേന്ദ്രങ്ങൾ ഇവയാണ് ലക്ഷ്യം വെച്ചതെന്നാണ് US സെൻട്രൽ കമാൻഡ് അറിയിച്ചിരിക്കുന്നത്. പ്രധാനമായിട്ടും ഹോർമുസ് കടലിടുക്കുമായി ചേർന്ന് കിടക്കുന്ന ഇറാന്റെ തെക്കൻ മേഖലകളെയാണ് ലക്ഷ്യം വെച്ചിട്ടുള്ളത്. സിറിക്, അതുപോലെ ബന്ദർ ലംഗേഹ്, അതുപോലെ ഖേഷം ദ്വീപ് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലേക്കായിരുന്നു ആക്രമണമെന്നാണ് നമുക്ക് നിലവിൽ സ്ഥിരീകരിക്കാവുന്ന വിവരങ്ങളുള്ളത്. ട്രംപ് കഴിഞ്ഞ ദിവസം ഇറാന് നേരെ വലിയൊരു ഭീഷണിയായി വ്യക്തമാക്കിയിട്ടുള്ളത് ഇറാൻ ഒരിക്കലും പാഠം പഠിക്കുന്നില്ല, അതുകൊണ്ട് തന്നെ US-ന് യുക്തിരഹിതമായിട്ടുള്ള ചില കാര്യങ്ങൾ ചെയ്യേണ്ടി വരും, അമേരിക്കൻ സൈന്യം അവരുടെ ജോലി തുടരാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ ഇറാൻ പിന്നെ ബാക്കി കാണില്ല എന്നുമായിരുന്നു ട്രംപിന്റെ ഭീഷണി. എന്തായാലും ആ ഭീഷണിക്ക് ഇപ്പോൾ അർത്ഥം വയ്ക്കുന്ന രീതിയിൽ ആയിരുന്നു ഇറാനിലേക്കുള്ള ആക്രമണമെന്ന് നമുക്ക് നിസ്സംശയം പറയാനാകും. പ്രത്യാക്രമണവുമായി ഇറാനും രംഗത്ത് വന്നിട്ടുണ്ട്. IRGCയുടെ ഭാഗത്തു നിന്നായിരുന്നു ആക്രമണം. ബഹ്റൈനിലേക്കും കുവൈറ്റിലേക്കുമാണ് ഇറാൻ പ്രത്യാക്രമണം നടത്തിയത്. ഇതിൽ ബഹ്റൈനിലുള്ള US-ന്റെ 5ാം കപ്പൽപ്പടയുടെ ആസ്ഥാനത്തെ ഉൾപ്പെടെ ലക്ഷ്യമാക്കിയതായിട്ടാണ് വിവരമുള്ളത്. ഇതിനെ തുടർന്ന് കുവൈറ്റിലും ബഹ്റൈനിലും ഇപ്പോൾ സൈറനുകൾ ഉൾപ്പെടെ മുഴങ്ങുന്ന സാഹചര്യമുണ്ടായിരുന്നു. മേഖലയിൽ മറ്റ് നാശനഷ്ടങ്ങളോ അതുപോലെ US-ന്റെ കേന്ദ്രങ്ങൾക്ക് മറ്റ് എന്തെങ്കിലും പ്രശ്നങ്ങളോ ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ആൾനാശം ഉൾപ്പെടെ ഒരിടത്തും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അതെല്ലാം തീർത്തും ഒരു ആശ്വാസമുണ്ടാക്കുന്ന കാര്യം തന്നെയാണ്. എന്തായാലും ഇറാൻ തിരിച്ചടിച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ബഹ്റൈനിലും കുവൈറ്റിലും ആണല്ലോ അജയ്, അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇന്നലെയും ബഹ്റൈനിൽ ആക്രമണം ഉണ്ടായി എന്നുള്ള വിവരങ്ങൾ പുറത്തു വന്നിരുന്നു. ജാഗ്രതാ നിർദ്ദേശമടക്കം വന്നിരുന്നു. UAE അടക്കമുള്ള ലോകരാജ്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് അപലപിച്ചിരുന്നു. ഇറാന് പൂർണ്ണ പിന്തുണ നൽകിയ പശ്ചാത്തലമുണ്ടായിരുന്നു. ഇപ്പോൾ കുവൈറ്റിനെയും വീണ്ടും ആക്രമിക്കുകയാണ്. നേരത്തെ യുദ്ധം അത് കലുഷിതമായ സമയത്ത് ഈ 2 രാജ്യങ്ങളും ഇറാന്റെ ആക്രമണത്തിന് തിക്തഫലങ്ങൾ അനുഭവിച്ചതാണ്. ഈ രാജ്യങ്ങളൊട്ടാകെ, ഗൾഫ് രാജ്യങ്ങളൊട്ടാകെ സമാനമായി തന്നെ അമേരിക്കയെ നേരിട്ട് ആക്രമിക്കാതെ അമേരിക്കയുടെ കേന്ദ്രങ്ങളിൽ ആക്രമിക്കുകയാണ് ഇറാൻ ചെയ്യുന്നത്. അത് ചില്ലറ പ്രശ്നമല്ല ആ രാജ്യങ്ങൾക്കുണ്ടാക്കുന്നത്. ഒപ്പം അമേരിക്കയെയും പ്രതിസന്ധിയാക്കുന്നതാണ് തങ്ങളുടെ സഖ്യരാജ്യങ്ങൾക്ക് നേരെയുള്ള ഇറാന്റെ ആക്രമണം.
അമേരിക്കയിലേക്ക് നേരിട്ട് ഒരു ആക്രമണം നടത്താൻ തക്കവണ്ണമുള്ള ദീർഘദൂര മിസൈലുകൾ ഇറാൻ ഇതുവരെ വികസിപ്പിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് മേഖലയിലുള്ള US താവളങ്ങൾക്ക് നേരെ ഇറാൻ നിലവിൽ ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. മേഖലയിൽ പ്രധാനമായിട്ടും ഗൾഫ് രാജ്യങ്ങളിലാണ് US തങ്ങളുടെ സൈനിക കേന്ദ്രങ്ങൾ സജ്ജമാക്കിയിട്ടുള്ളത്. ഇത് വർഷങ്ങളായിട്ട് മേഖലയിൽ പ്രവർത്തിക്കുന്നതാണ്. ഈ ഗൾഫ് രാജ്യങ്ങളുടെ സുരക്ഷ ഉൾപ്പെടെ വാഗ്ദാനം ചെയ്തുകൊണ്ടാണ് US മേഖലയിൽ ഇത്തരത്തിലുള്ള സൈനിക കേന്ദ്രങ്ങൾ സ്ഥാപിച്ചത്. പക്ഷേ ഈ US-ന്റെ സൈനിക കേന്ദ്രങ്ങൾ ഗൾഫ് രാജ്യങ്ങൾക്ക് തന്നെ വലിയൊരു ഭീഷണിയായി നിലവിലെ സാഹചര്യത്തിൽ മാറിയിട്ടുണ്ട്. ഇപ്പോൾ അതിൻ്റെ ഏറ്റവും പുതിയ തെളിവാണ് ബഹ്റൈനിലേക്കും കുവൈറ്റിലേക്കും ഇറാന്റെ ഭാഗത്ത് നിന്ന് ആക്രമണം നടന്നത്. ഇപ്പോൾ ഒമാനും ഈ സംഭവത്തെ അപലപിച്ചുകൊണ്ട് രംഗത്ത് വന്നിട്ടുണ്ട്. ഈ ഹോർമുസ് കടലിടുക്കിന്റെ നിയന്ത്രണം അത് ഒമാനെ കൂടി ഉൾപ്പെടുത്തിയിട്ടാണ് ഈ പുതിയ കരാറിലുള്ളത്. എന്തായാലും ഒമാനും ഇപ്പോൾ ഇറാന്റെ ഈ നടപടിയെ ശക്തമായിട്ട് അപലപിച്ചിട്ടുണ്ട്. IRGC പറയുന്നത് ശത്രുക്കൾക്ക് അതേ ഭാഷയിൽ തന്നെ കൃത്യമായ മറുപടി നൽകും എന്നതാണ്. അതായത് ഇറാൻ ഒരിക്കലും പിന്നോട്ട് പോകാൻ തയ്യാറല്ല എന്ന് തന്നെ IRGC വ്യക്തമാക്കുന്നു. ഈ ബഹ്റൈനിലേക്കും കുവൈറ്റിലേക്കും നടത്തിയ ആക്രമണം അതിൻ്റെ ഉത്തരവാദിത്വവും IRGC ഏറ്റെടുത്തിട്ടുണ്ട്. എന്തായാലും ഈ സമാനമായിട്ടുള്ള രീതിയിൽ സാഹചര്യങ്ങൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ സംഘർഷങ്ങൾ ഒരു അയവില്ലാതെ തുടരും എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. അതാണ് സാഹചര്യം. ഏതായാലും കാര്യങ്ങൾ ഒട്ടും സുഗമമല്ല ഈ മേഖലയിൽ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.